കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും സ്മാർട്ട് ഫോൺ യൂസേഴ്സിനും മൊബൈൽ യൂസേഴ്സിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അടുത്തടുത്തായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് സ്മാർട്ട് ഫോണുകളുടെ ബാറ്ററി പൊട്ടിത്തെറിക്കുന്നത്. ബ്രാൻഡഡ് ഫോൺസിൻ്റെ ആപ്പിൾ, ഷോമി തുടങ്ങിയിട്ടുള്ള, സാംസങ് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡഡ് കമ്പനീസിൻ്റെ പോലും ബാറ്ററീസ് പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളൊരു വാർത്ത. ശരിക്കും മൊബൈലിൻ്റെ ബാറ്ററി പൊട്ടിത്തെറിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുമോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുമ്പോൾ എന്ത് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ആദ്യം തന്നെ പറയാനുള്ളത്, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ബാറ്ററി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം കരുതലോടും സൂക്ഷ്മതയോടും കൂടി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ സ്മാർട്ട് ഫോണുകളുടെ ബാറ്ററി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും, എങ്ങനെ നമുക്ക് അവ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ പോക്കറ്റിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്, ഒന്നുകിൽ പാൻറ്റിൻ്റെ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ അല്ലെങ്കിൽ ബാഗിൽ എപ്പോഴും ഉള്ളതാണ്, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ കളിക്കുന്ന ഒരു സാധനമാണ്. അപ്പം ബാറ്ററി പൊട്ടിത്തെറിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, നമുക്ക് വലിയൊരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ പോലെ സൂക്ഷിക്കുന്ന നമ്മുടെ സ്വന്തം മൊബൈൽ ഫോൺസിൻ്റെ ബാറ്ററി പൊട്ടിത്തെറിക്കാനുള്ള കാരണങ്ങൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ചാർജ് ചെയ്യുന്നതിനുള്ള കുറച്ച് ക്രൈറ്റീരിയാസാണ്. അതായത് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, കിടന്നുറങ്ങാൻ പോണ സമയത്ത് ഫോൺ ചാർജിലിട്ടിട്ട് കിടന്നുറങ്ങും, പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് എടുക്കുക. ചിലതിൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉണ്ട്, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല മൊബൈൽസിലും. അങ്ങനെയാണെങ്കിൽ 100% ചാർജ് ആകുമ്പം താനെ ഓട്ടോമാറ്റിക്കലി ചാർജ് കയറുന്നത് നിന്നോളും. പക്ഷേ അതില്ലാത്ത ഫോൺസ് ആണെങ്കിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വോൾട്ടേജ് ഇങ്ങനെ ഇലക്ട്രിസിറ്റി കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാറ്ററി ചൂടാവാനും അത് പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. ഇനി ചാർജ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ ഫോണിൽ 100% ആവുന്നവരെ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലേ? 99% അല്ലെങ്കിൽ 100 ആവട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. ശരിക്കും സാധാരണ ഒരു ഫോണിനെ സംബന്ധിച്ച് 80%, 90% ഒക്കെ ചാർജ് ആയാൽ തന്നെ ഏകദേശം ഫുൾ ചാർജായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ 100 ആവുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ കൊണ്ടുപോയി കുത്തിവെക്കുന്ന ആൾക്കാരുണ്ട്. ചാർജ് ഇല്ല ഒരു 60, 70 ഒക്കെ ആകുമ്പോൾ പിന്നെയും കുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളടുത്ത് പറയാനുള്ളത്, ശരിക്കും അങ്ങനെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കൊണ്ടിരിക്കുമ്പം ബാറ്ററീൻ്റെ ആയുസ് അത് കുറയ്ക്കുന്നുണ്ട്. അത് തന്നെ ബാറ്ററിക്ക് ഒരു നെഗറ്റീവ് ഡിഫക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 20%, 15% ഒക്കെ ആകുമ്പോഴും ചാർജിലിടാൻ ശ്രദ്ധിക്കുക. ദിവസം ഒരു നേരമൊക്കെ, അല്ലാതെ ഒരേ ദിവസം പല പ്രാവശ്യം ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കുക. ഇനി ചാർജ് ചെയ്യുമ്പോഴുള്ള മറ്റൊരു കാര്യം, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫോണിൻ്റെ തന്നെ ചാർജർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തേർഡ് പാർട്ടി ചാർജേഴ്സ് ആകുമ്പം അത് ബ്രാൻഡഡ് വാങ്ങിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, വീട്ടിലെല്ലാവരും അല്ലെങ്കിൽ ഹോസ്റ്റലിലുള്ള കുട്ടികളാണെങ്കിൽ ഹോസ്റ്റലിൽ എല്ലാവർക്കും പല ഫോണുകൾക്ക് ഒരു ചാർജർ യൂസ് ചെയ്യും. അങ്ങനെ ശരിക്കും ചെയ്യാൻ പാടുള്ളതല്ല. ഓരോ ഫോണിന് അതിൻ്റേതായിട്ടുള്ള ചാർജേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതേപോലെ നമ്മൾ വാങ്ങിക്കുമ്പോൾ പലപ്പോഴും വില കുറഞ്ഞിട്ടുള്ള ചാർജേഴ്സ് ഓപ്റ്റ് ചെയ്യും. അത് വേണ്ട. ബ്രാൻഡഡ് കമ്പനീസ് ആകുമ്പം അതിനുള്ള ആ ഒരു ക്വാളിറ്റി ചാർജിങ്ങിലും നമ്മുടെ ബാറ്ററിയുടെ ആയുസിനെ അത് ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി നമ്മൾ പറയാൻ പോണ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ചാർജിങ്ങിനെ കുറിച്ചാണ്. ഫാസ്റ്റ് ചാർജിങ് നല്ലതാണോ, അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് ദോഷമുണ്ടോ തുടങ്ങിയുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പം ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് നല്ലൊരു വിവരം ബോധമൊക്കെ ഉണ്ടാവും. സാധാരണ രീതിയിൽ ഈ ഒരു കാര്യം, ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പറയാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആവുന്ന ഫോൺസിൽ മാത്രം ഈ ഒരു രീതിയിൽ ചാർജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാത്ത ഫോണുകളിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പോൾ ഫോണിലേക്ക് കടത്തിവിടുന്ന വോൾട്ടേജിൻ്റെ അളവ് കൂടുതലായിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി ഫോൺ ഹീറ്റ് ആവുന്നതിന് ഇടവരുത്തും. അതുകൊണ്ടൊക്കെയുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺസിൽ മാത്രം ഈ രീതി ഉപയോഗിക്കാം. പലപ്പോഴും നമ്മൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, ബാക്ക് കവർ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ചാർജ് ചെയ്യും. ഇപ്പോൾ വരുന്ന മിക്കവാറും മൊബൈൽ ഫോൺസിൻ്റെ ബോഡി വരുന്നത് മെറ്റൽ ബോഡിയാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് പാസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിസിറ്റി വരുന്ന സമയത്ത് ഹീറ്റ് ആകുമ്പോൾ മെറ്റൽ ബോഡി നന്നായിട്ട് ചൂടാവും. ബാക്ക് കവറും കൂടി ഉണ്ടാകുമ്പോൾ ഈ ഒരു ചൂട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇനിയൊന്ന് ചാർജ് ചെയ്യുന്ന സമയത്ത് പുറകിലുള്ള ഈ ഒരു ബാക്ക് കവർ ഊരിയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മുടെ ഫോൺ താഴെ വീഴാനും വെള്ളത്തിൽ വീഴാനൊക്കെ സാധ്യതയുണ്ട്. ഈ വെള്ളത്തിൽ വീണ ഫോൺസ് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓൺ ആയിട്ടൊന്നുമില്ലെങ്കിൽ അറിയാത്ത പലരും ചെയ്യുന്ന ഒരു കാര്യം, പെട്ടെന്ന് തന്നെ അത് ചാർജിലിട്ട് നോക്കും.
അത് ഫോൺ ഓൺ ആവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ. അങ്ങനെ വെള്ളത്തിൽ വീണ മൊബൈൽ ഫോൺസ് ഡിസ്പ്ലേയിൽ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് അത് കറണ്ടുമായിട്ട് കണക്ട് ചെയ്യരുത്. അത് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി പവർ ബാങ്ക് വാങ്ങുമ്പോൾ ഇതേപോലെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള നല്ല കമ്പനീസിൻ്റെ പവർ ബാങ്ക് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കാം. വില കുറഞ്ഞ മൊബൈൽ ഫോൺസ് ആണെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ലോ ബ്രാൻഡഡ് എന്നല്ല, ലോ ക്വാളിറ്റി പ്രോഡക്ട്സിന് പുറകെ പോകുന്നവരുടെ അടുത്ത് പറയാണ്, മൊബൈൽസിൻ്റെ വില കുറയാനുള്ള കാരണം അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ക്വാളിറ്റി ബേസ്ഡ് ആണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയെ അല്ലെങ്കിൽ സെക്യൂരിറ്റിയെ ആ വില കുറഞ്ഞിട്ടുള്ള മൊബൈൽ ഫോൺസ് തരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സെക്യൂരിറ്റി എല്ലാം ഈ ഒരു വിലയ്ക്ക് അനുപാതികമായിട്ടായിരിക്കും. അതുകൊണ്ട് നല്ല ബ്രാൻഡഡിൻ്റെ നല്ല ഫോൺസ് വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഫോണ് ചാർജ് ചെയ്യുമ്പോൾ മുതൽ അതെപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ്. ഫോണിൻ്റെ ബാറ്ററി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ ഫോണിൻ്റെ ബാക്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ബൾജ് ചെയ്ത് വരുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ബാറ്ററി വീർക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാണ്, ചില ഫോൺസിൻ്റെ ബാറ്ററി റിമൂവബിൾ ആണ്, ചിലത് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. റിമൂവബിൾ ആണെങ്കിൽ ബാറ്ററി മാത്രം എടുത്തിട്ട് നോക്കാം, അല്ലെങ്കിൽ ഫോൺ തന്നെ ഒന്ന് താഴെ വെച്ചിട്ട് കറക്കി നോക്കുക, സ്പിൻ ചെയ്ത് നോക്കുക. ഒന്ന് സ്പിൻ ചെയ്യുമ്പോൾ അതിൽ ഒരു ഏറ്റക്കുറച്ചിലോ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മുടെ മൊബൈൽ ഷോപ്പിൽ കാണിക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് അതിൻ്റെ ബാറ്ററി ബൾജ് ചെയ്യുന്നത് അത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് അത് കാണിക്കുന്ന ഒരു ലക്ഷണമായിരിക്കാം. നമ്മൾ സൂക്ഷിക്കുക. ഫോൺ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നതാണ്. ഫോണിനെ നിങ്ങൾ എത്രത്തോളം ടേക്ക് കെയർ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യത്തിനും അത് ബെറ്റർ ആയിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. എനിവേസ്, ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്ന മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ബൈ.